ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ എലിസബത്ത് സൂജൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബിനൈൻ ആൻഡ് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓഫ് ദ ഓറൽ ക്യാവിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഷേഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഓറൽ പാത്തോളജി 8th എഡീഷനും അതുപോലെ തന്നെ ഹർഷ് മോഗൻ പാത്തോളജി ഫോർ ഡെന്റൽ സ്റ്റുഡൻസുമാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. നോർമൽ എപ്പിത്തീലിയം ഓഫ് ഓറൽ മ്യൂക്കോസ. അപ്പോൾ ഈ പർട്ടിക്കുലർ പിക്ചറിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് നമ്മുടെ ഓറൽ മ്യൂക്കോസയിൽ എപ്പിത്തീലിയം ഇരിക്കുന്നതെന്ന്. ടോപ്പ് പോർഷൻ നിങ്ങൾക്ക് കാണാം, അത് നോർമൽ ആയിട്ടുള്ള എപ്പിത്തീലിയം ആണ്, സ്ക്വാമസ് എപ്പിത്തീലിയം ലെവൽ. ആൻഡ് താഴത്തെ കാണിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മസിൽ ടിഷ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി സെൽസ് ഉണ്ട്, ബിനീത്തായിട്ട് കിടക്കുന്നു. അപ്പോൾ എപ്പിത്തീലിയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോർഷനിൽ നിങ്ങൾക്ക് നോർമൽ കെരാറ്റിനൈസേഷൻ കാണാം. അപ്പോൾ നമ്മുടെ എപ്പിത്തീലിയത്തിൻ്റെ മുകളിൽ എപ്പിത്തീലിയത്തിന് മേഡപ്പ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ആണ്. ആ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെരാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ആ പിങ്ക് കളറായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചെറിയ റെറ്റി റിഡ്ജസ് കാണുന്നുണ്ടാവും. ഈ റെറ്റി റിഡ്ജസ് കണക്റ്റീവ് ടിഷ്യൂലേക്ക് റെറ്റി റിഡ്ജസ് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതാണ് നോർമൽ സ്ട്രക്ചർ ഓഫ് നോർമൽ എപ്പിത്തീലിയം ഓഫ് ഓറൽ മ്യൂക്കോസ. അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂവിൽ നോർമലി കാണുന്ന സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്, ഒരു ത്രെഡ് പോലെ കിടക്കുന്ന പിങ്ക് കളറായിട്ടുള്ള സെൽസാണ്. അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് കാണാം. പിന്നെ മസിൽ ടിഷ്യൂസ് കുറച്ചുകൂടി ബിനീത്ത്, കുറച്ചുകൂടി ഡീപ്പറായിട്ട് പോയാലാണ് നമുക്ക് മസിൽ ടിഷ്യൂസ് കാണുക. അതുപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി സെൽസ്, നോർമലി ഒരു മ്യൂക്കോസ് എടുക്കുകയാണെങ്കിൽ സ്ലൈറ്റ് എമൗണ്ട് ഓഫ് ഇൻഫ്ലമേറ്ററി സെൽസ് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കണക്റ്റീവ് ടിഷ്യൂവിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നോർമൽ ആർക്കിടെക്ചർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എബ്നോർമാലിറ്റി പഠിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ പ്രസൻറ്റേഷനിൽ നോർമൽ എപ്പിത്തീലിയത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുള്ളത്. അടുത്തതായി കുറച്ച് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ടേംസ് പാത്തോളജിയിൽ കോമൺലി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതെന്താണ് അതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് മെൻ ബൈ എട്രോഫി. എട്രോഫി എന്താണ്? ഒരു നോർമൽ സെൽ അതിൻ്റെ സ്ട്രക്ചർ അതിനേക്കാളും അത് ഡീഗ്രേഡഡ് ആയിട്ട് അതിൻ്റെ സൈസ് റെഡ്യൂസ് ആവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എട്രോഫി, ഡിക്രീസ് ഇൻ സെൽ സൈസ്. വെറസ് നെക്സ്റ്റ് വൺ ബി, ദറ്റ് ഈസ് ഹൈപ്പർട്രോഫി. എന്താണ് ഹൈപ്പർട്രോഫി? നോർമൽ സെല്ലിനേക്കാളും അതിൻ്റെ സൈസ് കൂടുമ്പോൾ അതിനാണ് ഹൈപ്പർട്രോഫി എന്ന് വിളിക്കുന്നത്. ഹൈപ്പർപ്ലേസിയ, ദറ്റ് ഈസ് എൻ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ദ സെല്ലാണ് അവിടെ കൂടുന്നത്. അതുപോലെ തന്നെ മെറ്റാപ്ലേസിയ ഡി. മെറ്റാപ്ലേസിയ കാണിക്കുന്നത് റിവേഴ്സിബിൾ ചേഞ്ച് ഓഫ് വൺ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ഓർ മീസെൻകൈമൽ സെൽ ടു അനദർ ടൈപ്പാണ്. ഒരു സെല്ല് വേറൊരു സെല്ലിൻ്റെ ഫോമിലേക്ക് മാറുമ്പോഴാണ് അതിനെ മെറ്റാപ്ലേസിയ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ഡിസ്പ്ലേസിയ. ഡിസ്പ്ലേസിയ എന്ന് പറയുമ്പോൾ ഒരു സെല്ല് മാത്രമല്ല, ഒരു സെല്ല് ഒരു എപ്പിത്തീലിയത്തിൽ കുറേ സെൽസ് ഉണ്ടാവും. അപ്പോൾ ആ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഡിസോർഡേർഡ് സെല്ലുലാർ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ അതിൽ ആ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് എപ്പിത്തീലിയത്തിൽ വ്യത്യാസം വരുമ്പോഴാണ് അതിനെ ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത്. അതുപോലെ ആനപ്ലേസിയ. ആനപ്ലേസിയയിൽ ദർ ഇസ് ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ, ആ പർട്ടിക്കുലർ സെല്ല് ഡിഫറൻസിയേഷൻ നടക്കുന്നേ ഇല്ല. അതുപോലെ തന്നെ എപ്ലേസിയ. എപ്ലേസിയ എന്ന് പറയുന്നത് ഒരു മാലിഗ്നൻറ്റ് ഫീച്ചർ അല്ല, ബട്ട് ഇറ്റ്സ് എ ലാക്ക് ഓഫ് ഡെവലപ്മെൻറ്റ്. അതായത് ആ പർട്ടിക്കുലർ ഓർഗനോ ആ പർട്ടിക്കുലർ ഓർഗൻ സംബന്ധിച്ചിട്ടുള്ള സെല്ലോ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല, അപ്പോഴാണ് അതിനെ എപ്ലേസിയ എന്ന് വിളിക്കുന്നത്. സോ റിമെമ്പർ ദീസ് ടേംസ്. ഈ ടേംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. എട്രോഫി എന്താണ്? ഡിക്രീസ് ഇൻ സൈസ് ആണ്. ഹൈപ്പർട്രോഫി എന്താണ്? ഓപ്പോസിറ്റ്, ഇൻക്രീസ് ഇൻ സൈസ് ആണ്. ഹൈപ്പർപ്ലേസിയ എന്താണ്? ഇൻക്രീസ് ഇൻ നമ്പർ ആണ്. മെറ്റാപ്ലേസിയ എന്താണ്? ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക്, പക്ഷെ അത് റിവേഴ്സിബിൾ ആണ്. അതായത് ഒരു ടെമ്പറേച്ചറിന് ഒരു സെൽ പർട്ടിക്കുലർ സെൽ എക്സ്പോസ് ആയി, പക്ഷേ ആ ടെമ്പറേച്ചർ നമ്മൾ പിൻവലിച്ച് നോർമലിലേക്ക് ആക്കുമ്പോൾ ആ സെല്ല് മടങ്ങി അതേ ഫോമിൽ തിരിച്ച് പഴയ ഫോമിലേക്ക് പോകുന്നുണ്ട്. അതാണ് മെറ്റാപ്ലേസിയ. പക്ഷേ ഡിസ്പ്ലേസിയയിൽ അങ്ങനെ നടക്കുന്നില്ല. ദർ ഇസ് നോ റിവേഴ്സ് ബാക്ക് ഇല്ല അവിടെ. ഡിസോർഡേർഡ് സെല്ലുലാർ ഡെവലപ്മെൻ്റ് ആണ്. Anaplasia, there is lack of differentiation, and aplasia, it is not a malignant feature. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന lack of development എന്ന് മാത്രമാണ്. ഓക്കെ. Now coming on to few more terms പാത്തോളജിയിലുള്ളത്. ടെറാട്ടോമ എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടിഷ്യൂസ് ഡിറൈവ് ഫ്രം മോർ ദൻ വൺ ജേം ലെയർ. നമുക്കറിയാം എക്ടോഡം, എൻഡോഡം, മീസോഡം, അങ്ങനെ 3 ജേം ലെയേഴ്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് സെൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ടെറാറ്റോമ എന്ന് പറയുന്ന പെർട്ടിക്കുലർ ലീഷനിൽ ഇറ്റ് വിൽ ബി കമ്പോസ്ഡ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജേം ലെയേഴ്സ്. എക്ടോഡേം എന്നുള്ള സെൽസ് മാത്രമാവില്ല, ചിലപ്പോൾ മീസോഡേമെന്നോ എൻഡോഡേം എന്നുള്ള സെൽസ് ഉണ്ടാവും. അങ്ങനെയാണ് ടെറാറ്റോമ എന്ന് പറയുന്നത്. വെറസ് ഹിമാർത്തോമ എന്താണ്? ഒരു സിംഗിൾ ജേം ലെയറിന് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഹിമാർത്തോമ എന്ന് പറയുന്നത്. അതായത് അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. ഹെമാർത്തോമ സിംഗിൾ ആൻഡ് ടെറാറ്റോമ മിക്സ്ഡ് ജേം ലെയർ ആയിരിക്കും. വാട്ട് ഇസ് മെൻ ബൈ കൊരിസ്റ്റോമ? കൊരിസ്റ്റോമ എന്ന് പറഞ്ഞാൽ നോർമൽ സെൽസ് ആയിരിക്കും, പക്ഷേ അത് റോങ് ലൊക്കേഷനിൽ പോയിട്ടാണ് കിടക്കുന്നത്. അതായത് നോർമലായിട്ട് കിടക്കേണ്ട എപ്പിത്തീലിയൽ സെൽസ് വേറെ പെർട്ടിക്കുലർ പൊസിഷനിൽ പോയിട്ട് നോർമലായിട്ട് തന്നെ കിടക്കുന്നത്, പക്ഷേ അവർ കിടക്കുന്ന ലൊക്കേഷൻ മാത്രം വ്യത്യാസമുണ്ട്. കാർസിനോം എന്താണ്?
കാർസിനോമ ഇസ് ദ ടേം ഗിവൺ ഫോർ ട്യൂമർ അറൈസിങ് ഫ്രം എപ്പിത്തീലിയം. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ എപ്പിത്തീലിയത്തിൻ്റെ സ്ട്രക്ചർ. എപ്പിത്തീലിയം ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, നോർമൽ ഓറൽ മ്യൂക്കോസയിൽ. ആ എപ്പിത്തീലിയത്തിൽ നിന്ന്, ആ പെർട്ടിക്കുലർ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ പോർഷനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ട്യൂമേഴ്സിനെയാണ് കാർസിനോമ എന്ന് പറയുന്നത്. വെറസ് അതിൻ്റെ താഴത്തെ പോർഷൻ, അതായത് കണക്റ്റീവ് ടിഷ്യൂ, അതിൽ മസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, ഒക്കെ നമ്മൾ പറഞ്ഞു. ആ കണക്റ്റീവ് ടിഷ്യൂന്ന് ഡെവലപ്പ് ചെയ്യുന്ന ട്യൂമേഴ്സിന് സാർക്കോമ എന്നറിയപ്പെടുന്നു. Now what is adenoma and what is adenosarcoma? Adenoma എന്ന് പറയുന്നത് ബിനൈൻ ആണ്, വെറസ് അഡിനോസാർക്കോമ എന്ന് പറയുന്നത് മാലിഗ്നൻ്റ് ആണ്. അത് രണ്ടും എറൈസ് ചെയ്യുന്നത് ഫ്രം സെക്രീറ്ററി ആൻഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിൽ നിന്നാണ്. അതായത് സെലൈവറി ഗ്ലാൻഡ്സ്, അങ്ങനത്തെ സെക്രീറ്ററി ഓർഗൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ട്യൂമേഴ്സിന് നമ്മളെപ്പോഴും അഡിനോമ അല്ലെങ്കിൽ അഡിനോസാർക്കോമ, അത് ബിനൈൻ ആൻഡ് മാലിഗ്നൻ്റ്, അങ്ങനെയാണ് അവരെ ടേംസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ഇൻസിഡൻസ്. അപ്പോൾ നമ്മുടെ ഫുള്ളായിട്ട് നമ്മൾ മെയിൽസും ഫീമെയിൽസും ചിൽഡ്രനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 to 5 നമ്മൾ റാങ്കിങ് കൊടുക്കുകയാണ്, ആർക്ക് എന്തൊക്കെ ക്യാൻസേഴ്സ് ഏതൊക്കെ ഓർഡറിൽ വരുന്നു, അപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഇൻസിഡൻസ് എത്രയാണ് വരുന്നത്. അപ്പോൾ റാങ്കിങ് നമ്പർ 1, മെന്നിനാണെങ്കിൽ കൂടുതൽ ലങ് ക്യാൻസറാണ് കാണപ്പെടുന്നത്. അത് ഓറൽ ക്യാവിറ്റിയാണ് ഇൻ ഇന്ത്യ. കാരണം നമ്മുടെ ഹാബിറ്റ് കൊണ്ടാണ് ഇന്ത്യയിൽ കൂടുതൽ പാൻ ചൂയിങ്ങും അതുപോലെ തന്നെ അരക്കനട്ട് ചൂയിങ്ങും എല്ലാം ഗ്രേറ്റർ ആയതുകൊണ്ട് ഓറൽ ക്യാവിറ്റി ക്യാൻസറാണ് മെന്നിന് ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണുന്നത്. വെറസ് ഓൾ ടുഗെദർ വേൾഡിൽ എടുക്കുകയാണെങ്കിൽ ലങ് ക്യാൻസറാണ്. വെറസ് ഫീമെയിൽസ്, വിമൻ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ചിൽഡ്രൻ ആണെങ്കിൽ ലുക്കീമിയാസ്, അക്യൂട്ട് ലുക്കീമിയാസ്. സെക്കൻഡ് റാങ്കിങ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മെന്നിന് സെക്കൻഡ് മോസ്റ്റ് ക്യാൻസർ വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്, വിമൻ ലങ് ക്യാൻസർ, ആൻഡ് സെക്കൻഡ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ സെർവിക്സ് ആണ്, സെർവിക്സ് ക്യാൻസർ. ചിൽഡ്രൻ ആണെങ്കിൽ CNS ഓഫ് ട്യൂമേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ 3rd, 4th, 5th ഞാൻ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഫോർ എക്സാം പേർപ്പസിന് ഫസ്റ്റും സെക്കൻഡാണ് കോമൺ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, കാർസിനോജൻസ് ആർ ദ ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസസ്. അവർ കെമിക്കൽസ് ആവാം, റേഡിയേഷൻ ആവാം, വൈറസസ് ആവാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 2 തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ടാവാം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കാർസിനോജൻസ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ അവർ ക്യാൻസർ കോസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ദേ വിൽ അണ്ടർഗോ എ മെറ്റബോളിക് ചേഞ്ച്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ഏമീസ് ടെസ്റ്റ്. ഏമീസ് ടെസ്റ്റ് ഒരു കെമിക്കലിൻ്റെ കാർസിനോജനിക് പ്രോപ്പർട്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, വെദർ ദേ ആർ ഏബിൾ ടു ഇൻഡ്യൂസ് എ മ്യൂട്ടേഷൻ ഇൻ ദ മ്യൂട്ടൻറ്റ് സ്ട്രെയിൻ ഓഫ് സാൽമണല്ല ടൈഫിമ്യൂരിയ വിച്ച് കനോട്ട് സിന്തസൈസ് ഹിസ്റ്റഡീൻ. അപ്പോൾ അതാണ് ഏമീസ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ളത് വേരിയസ് ടൈപ്സ് ഓഫ് കാർസിനോജൻസ്, വൈറസസ് ഏതൊക്കെയാണ്, അവർ കോസ് ചെയ്യുന്ന ലീഷൻ ഏതാണ്. HPV ഈസ് കോസ്ഡ് ബൈ പാപ്പിലോമാസ് 11 and 6. അവിടെ 11 എന്ന് പറയുന്നത് പാപ്പിലോമ എഴുതുമ്പോൾ തന്നെ എല്ലിന് പകരം 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പോൾ ഈസി ആയിരിക്കും നിങ്ങൾക്ക് 11 സ്ട്രെയിൻ ഓർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എപ്സ്റ്റെയിൻ ബാർ വൈറസ് കോസിങ് ബർക്കിറ്റ്സ് ലിംഫോമ ആൻഡ് നേസോഫാരഞ്ചിയൽ കാർസിനോമ. ഹ്യൂമൻ ഹെർപ്പീസ് വൈറസ് 8 കോസ് ചെയ്യുന്നതാണ് കെപ്പോസി സാർക്കോമ ആൻഡ് ബി-സെൽ ലിംഫോമ. പോക്സ് വൈറസ് കോസിങ് മൊളസ്കം കണ്ടീജിയോസം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് കോസിങ് ഹെപ്പാറ്റോസില്ല കാർസിനോമ ആൻഡ് റെട്രോവിരിഡി വൈറസ് കോസിങ് അഡൽട്ട് സെൽ ലുക്കീമിയ. കമ്മിങ് ഓൺ ടു റോൾ ഓഫ് ഇൻഫ്ലമേഷൻ ഇൻ ക്യാൻസർ. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻഫ്ലമേഷൻ എങ്ങനെയാണ് നമുക്ക് ട്യൂമർ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നത്, അത് തന്നെ നമുക്ക് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്തുകൊണ്ടൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാം, ബിക്കോസ് ഓഫ് എനി മൈക്രോബിയൽ പാത്തോജൻസ് ഓർ എൻവിറോൺമെൻറ്റൽ എക്സ്പോഷർ കാരണം, അല്ലെങ്കിൽ ഡയറ്ററി ലൈഫ് സ്റ്റൈൽ കാരണം, അല്ലെങ്കിൽ തെറാപ്പി ഇൻഡ്യൂസ്ഡ് ആയിട്ടും നമ്മുടെ ബോഡിയിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാം. അത് സെല്ലുലാർ ഡാമേജ് പോലെ ഉണ്ടാവാം, അതായത് സെല്ലിന് ഒരു പർട്ടിക്കുലർ ഇഞ്ചുറി സംഭവിച്ചു. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ കുറേ നാൾ നമ്മുടെ ബോഡിയിൽ നിൽക്കുകയാണെങ്കിൽ, സെല്ലിൻ്റെ ഇഞ്ചുറീസ് കുറേ നാൾ റിവേഴ്സിബിളായിട്ട് ഇറിവേഴ്സിബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ട്യൂമർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ട്യൂമർ ഡെവലപ്മെൻറ്റ് പിന്നെ സെല്ലുലാർ ട്രാൻസ്ഫോം ആവും, പ്രൈമറി ഗ്രോത്ത് നടക്കും, ട്യൂമർ അത് പിന്നെ മെറ്റാസ്റ്റസിസ് സംഭവിക്കും. എന്നാൽ ഈ എൻവിറോൺമെൻറ്റൽ എക്സ്പോഷർ അതുപോലെ തന്നെ മൈക്രോബിയൽ പാത്തോജൻസിനെ ഡയറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ റിവേഴ്സിബിൾ ആണ്. സോ ക്രോണിക് ഇൻഫ്ലമേഷൻ ഈസ് എ റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. വേറാസ് അടുത്ത പിക്ചർ നിങ്ങൾ നോക്കുക, ഇറ്റ് ഈസ് ഗിവൺ ഒരു എക്സാമ്പിളാണ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറിയുടെ ഒരു എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫിലാഡൽഫിയ ക്രോമസോം ഇൻ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. അതിൽ നമുക്ക് കാണാം ക്രോമസോം നമ്പർ 9 ഉണ്ട്, ക്രോമസോം നമ്പർ 22 ഉണ്ട്. സോ ദ ബിഗർ വൺ ഇസ് ക്രോമസോം 9. അതിൽ ഒരു പർട്ടിക്കുലർ പോർഷനാണ് ലോവർ പോർഷൻ ഗ്രീൻ കളർ ബ്ലൂ കളറുള്ളത്, ABL പോർഷൻ. ആൻഡ് നോർമൽ ക്രോമസോം 22 നമുക്ക് കാണാം BCR പോർഷൻ റെഡ് കളറിലുള്ളത്. സോ അവിടെ ഒരു ക്രോമസോമൽ ബ്രേക്ക് സംഭവിക്കുകയാണ്, അത് ജെനറ്റിക്കൽ ഡാമേജ് മൂലം ഉണ്ടാകുന്ന ഒരു ക്രോമസോമൽ ബ്രേക്ക്. അപ്പോൾ 2 ക്രോമസോംസും ഇൻ്റർചേഞ്ച് നടക്കുകയാണ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമസോം 9 ആൻഡ് 2
22 ആൻഡ് 22-ലെ ഒരു പോർഷൻ ടു ക്രോമസോം നമ്പർ 9-ലേക്ക് വരുന്നു. ആൻഡ് ഫൈനൽ റിസൾട്ടായിട്ട് ഉണ്ടാവുന്ന ന്യൂ ക്രോമസോം വിൽ ബി ഫിലാഡൽഫിയ ക്രോമസോം എന്ന് അറിയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്രോമസോം നമ്പർ 9 ആൻഡ് ക്രോമസോം നമ്പർ 22, വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇറിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി. ഓക്കെ, വേറെ ക്രോണിക് ഇൻഫ്ലമേഷൻ മൂലം ഉണ്ടാകുന്നത് റിവേഴ്സിബിൾ സെൽ ഇഞ്ചുറി ആണ്. ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. പക്ഷേ ക്രോണിക് ഇൻഫ്ലമേഷനിൽ നിന്നും ട്യൂമർ ഡെവലപ്മെൻറ്റ് ഇസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ രണ്ട് ഡയഗ്രാംസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബിനൈൻ ട്യൂമേഴ്സ് ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൻ്റെ ഡിഫറൻസ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു ബിനൈൻ ട്യൂമേഴ്സ് എന്തായിരിക്കും, എൻകാപ്സുലേറ്റഡ് ആയിരിക്കും. അവർ മാലിഗ്നൻ്റ് അല്ല, അവർ എപ്പോഴും ഒരു കവറിങ് ഉണ്ടായിരിക്കും, ഒരു കോട്ടിങ് ഉണ്ടായിരിക്കും അവർക്ക് ചുറ്റും. ദേ ആർ എൻകാപ്സുലേറ്റഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മെറ്റാസ്റ്റസിസ് ഉണ്ടാവില്ല, നോ മെറ്റാസ്റ്റസിസ്. വെറസ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് നമ്മൾ രണ്ട് തരത്തിലുണ്ട്. എപ്പിത്തീലിയത്തിൽ നിന്ന് വരാണെങ്കിൽ കാർസിനോമ ആൻഡ് ഫ്രം കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ സാർക്കോമ. നൗ കമ്മിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതായത് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് ഐദർ കാർസിനോമ ആയാലും സാർക്കോമ ആയാലും ദേ മെറ്റസ്റ്റസൈസ് ഫ്രീക്വൻ്റ്ലി. ആൻഡ് പക്ഷേ ഇതിനൊരു എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. മെറ്റാസ്റ്റസിസ് കാർസിനോമാസിനും സാർക്കോമാസിനും ഉണ്ടെങ്കിലും ഒരു എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ദാറ്റ് ഇസ് ബേസൽ സെൽ കാർസിനോമ, അതുപോലെ തന്നെ ഗ്ലിയോമാസ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ കാർസിനോമാസ് എപ്പോഴും എങ്ങനെയാണ്, ഏത് സ്ഥലത്തിൽ കൂടെയാണ് മെറ്റസ്റ്റൈസ് ചെയ്യുക, ബാക്കിയുള്ള സറൗണ്ടിങ്ങിലേക്ക് പോകുന്നത് ലിംഫാറ്റിക്സിൽ കൂടെയാണ്, ലിംഫാറ്റിക് ചാനൽ കൂടെയാണ്. വേറെ സാർക്കോമാസ് എപ്പോഴും മെറ്റസ്റ്റൈസ് ചെയ്യുക ബ്ലഡിൽ കൂടെയാണ്. ഓക്കെ, സോ ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം. കാർസിനോമാസ് ത്രൂ ലിംഫാറ്റിക്സ് ആൻഡ് സാർക്കോമാസ് ത്രൂ ബ്ലഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്റ്റിയോസാർക്കോമ സ്പ്രെഡ് ചെയ്ത് ബ്ലഡ് വഴി സ്പ്രെഡ് ചെയ്തിട്ട് എവിടേക്ക് പോകും, ലങ്സിലേക്ക് പോകും. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി ഒരു സിംഗിൾ കാര്യം കൂടി ഓർത്ത് വയ്ക്കാണ്ട്, ബിനൈൻ ട്യൂമേഴ്സിൽ സെക്കൻഡറി ചേഞ്ചസ് വളരെ കുറവായിരിക്കും. വെറസ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിൽ സെക്കൻഡറി ചേഞ്ചസ് കോമൺ ആയിരിക്കും. അതുമൂലം ഡിഫറെൻറ്റ് ചേഞ്ചസ് സംഭവിക്കാം. ഇനി ഒരു സിംഗിൾ ക്ലോൺ ഓഫ് ട്രാൻസ്ഫോംഡ് സെൽസ് ഉണ്ടാവാം, അതുപോലെ തന്നെ മിക്സഡ് ട്യൂമേഴ്സും ഉണ്ടാവും. ഏതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സെല്ലിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഹെമാർത്തോമ, സിംഗിൾ ക്ലോൺ ഓഫ് സെൽസിൽ നിന്ന് ഉണ്ടാവുന്ന ഹെമാർത്തോമ. വെറസ് പർട്ടിക്കുലർ 2 ഡിഫറെൻറ്റ് ജേം ലെയേഴ്സ് ഉണ്ടാണെങ്കിൽ ടെറാറ്റോമ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മോർ ദാൻ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസും ഉണ്ടാവാം. അതിന് മിക്സഡ് ട്യൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കമ്മിങ് ഓൺ ടു വേരിയസ് ഇൻവെസ്റ്റിഗേഷൻസ്, ഒരു പേഷ്യൻറ്റിൽ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് ഇൻ കേസ് ഓഫ് ബിനൈൻ ആൻഡ് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് സസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലീഷൻ ഉണ്ട്, അത് ബിനൈൻ ആയിരിക്കാം മാലിഗ്നൻ്റ് ആണോ ഏത് പർട്ടിക്കുലർ ഇതാണെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പ്രൊവിഷണൽ ഡയഗ്നോസിസ്. നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ പ്രൊവിഷണൽ ഡയഗ്നോസിസ് കൊടുക്കും. അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻസ് പാർട്ടിൽ നമ്മൾ എഴുതാറുണ്ട് എക്സ്പോളേറ്റീവ് സൈറ്റോളജി ഓർ ബയോപ്സി ഓർ IHC റെക്കമെൻഡഡ് എന്നൊക്കെ. അപ്പോൾ വാട്ട് ഈസ് എക്സ്പോളേറ്റീവ് സൈറ്റോളജി? എക്സ്പോളേറ്റീവ് സൈറ്റോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിനൈൻ ആൻഡ് മാലിഗ്നൻറ്റ് സെൽസ് എപ്പോഴും അവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സെൽസിന് എപ്പോഴും സെൽസ് തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായിരിക്കും, ഇൻകൊഹസീവ് ആയിരിക്കും. അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടാവില്ല സെൽസ് തമ്മിൽ. സോ അവർ പെട്ടെന്ന് അവർ ഇൻകൊഹസീവ് ആണ് ആൻഡ് ദേ ലൂസ് ആൻഡ് ദ ഷെഡ് ഓഫ് ഈസിലി. അവർ സെലൈവയിൽ അതുപോലെ തന്നെ എപ്പിത്തീലിയത്തിൽ നമ്മളൊന്ന് സ്ക്രേപ്പ് ചെയ്താൽ തന്നെ അത് നമ്മുടെ ടങ് ബ്ലേഡിൽ കൂടെ പോരും അത്. അപ്പോൾ നമ്മൾ ആ സെൽസ് കളക്ട് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ ആ സെൽസിന് മാലിഗ്നൻറ്റ് ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ നമുക്കതിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതാണ് എക്സ്പോളേറ്റീവ് സൈറ്റോളജി. അതിനുപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റെയിനുകളുണ്ട്. ആ പർട്ടിക്കുലർ സെല്ല് നമ്മൾ കളക്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കുന്നേക്കാൾ മുന്നായിട്ട് പല സ്റ്റെയിൻസ് വെച്ച് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. പാപ്പ് സ്റ്റെയിൻ ഒക്കെ, പാസ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റെയിൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് പാപ്പ് സ്മിയർ. ആ പർട്ടിക്കുലർ സ്റ്റെയിൻ ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെ പാപ്പ് സ്മിയർ എന്ന് അറിയപ്പെടുക. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് മാസ് സ്ക്രീനിങ്ങിനാണ് ഉപയോഗിക്കുക. നമുക്ക് ഡിഫറെൻറ്റ് ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ നടക്കുന്ന സിനാരിയോയിൽ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യുന്നത് മാസ് സ്ക്രീനിങ് ആണ്. എല്ലാവരുടെ ഓറൽ ക്യാവിറ്റിയിൽ നിന്നും നമ്മൾ അവരുടെ സെൽസ്, ആ കൊഹസീവ് ആയിട്ടുള്ള സെൽസ്, ഇൻകൊഹസീവ് ആയിട്ടുള്ള സെൽസ് അല്ലെങ്കിൽ സലൈവയൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ വെദർ ദേ ഇൻഫെക്റ്റഡ് എന്നോ നോട്ട് ഇൻഫെക്റ്റഡ് എന്നോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ് ഫോർ മാസ് സ്ക്രീനിങ്. സെക്കൻഡ് വൺ ഇസ് ബയോപ്സി. ബയോപ്സി എന്താണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആ പർട്ടിക്കുലർ ഏരിയയിലെ ടിഷ്യൂ നമ്മൾ ഇൻസൈസ് ചെയ്തെടുക്കുകയാണ്. ഇൻസൈസ് ചെയ്തെടുത്തിട്ട് നമ്മളത് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയ നമുക്ക് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എപ്പിത്തീലിയം, കണക്റ്റീവ് ടിഷ്യൂ എല്ലാം നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ പ്രോബ്ലംസ് എന്നൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. അതായത് നമുക്ക് ഫൈനൽ ഡയഗ്നോസിസ് എപ്പോഴും ബേസ്ഡ് ഓൺ ബയോപ്സിയാണ്. കുറച്ചുകൂടി അഡ്വാൻസ് ലെവലാണ് IHC, ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി. അതായത് നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി ടെസ്റ്റിംഗ് വഴി പ്രോപ്പറായിട്ട് ഒരു പർട്ടിക്കുലർ ലീഷൻ്റെ ആൻറ്റിജൻ ആൻറ്റിബോഡി ആണോ എന്ന് നമ്മൾ കോറിലേറ്റ് ചെയ്ത് നോക്കുന്നതാണ് IHC ടെസ്റ്റിംഗ്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടെസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ബിനൈൻ ആൻഡ് മാലിഗ്നൻറ്റ് ലീഷൻസ്. Now coming on to pre-malignant lesions and conditions. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 2005 മുതൽ
കൺസിഡർ ചെയ്യുന്നത് പ്രീ മാലിഗ്നൻറ്റ് ലീഷൻസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ടേമിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വേർഡ് പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസോർഡേഴ്സ് എന്നാണ്. ഇറ്റ് ഈസ് കമ്പൈൻഡ് ആയിട്ട് പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസോർഡേഴ്സ് എന്നാണ് WHO ഫ്രം 2005 റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വൺ മോർ തിങ്, പ്രീ മാലിഗ്നൻറ്റ് ലീഷൻസ് ഏതൊക്കെയാണ്, കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് കോമൺലി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലീഷൻസ് ആയിട്ട് WHO 2005 കൊടുത്തിട്ടുള്ള ലീഷൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ലൂക്കോപ്ലേക്കിയ, എർത്രോപ്ലേക്കിയ, പെലറ്റൽ ലീഷൻസ് ഇൻ റിവേഴ്സ് സ്മോക്കേഴ്സ് ആണ്. വെറസ് കണ്ടീഷൻസ് ആർ ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, ആക്ടിനിക് കെരാറ്റോസിസ്, ലൈക്കം പ്ലാനസ് ആൻഡ് ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്രമറ്റോസിസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലൂക്കോപ്ലേക്കിയ, എർത്രോപ്ലേക്കിയ, അതുപോലെ തന്നെ പെലറ്റൽ ലീഷൻസ് ഇൻ റിവേഴ്സ് സ്മോക്കേഴ്സ് OSMF ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. വെറസ് ലൈക്കം പ്ലാനസ് ആൻഡ് ഡിസ്കോയിഡ് ലൂപ്പസ് എറിത്രമറ്റോസിസ് സ്കിൻ ലീഷൻസ് ആണ്. അപ്പോൾ സ്കിന്നിൻ്റെ പ്രസൻറ്റേഷനിലായിരിക്കും അത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. സോ ഈ പർട്ടിക്കുലർ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ആണ്. അതാണ് റെഫറൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ പർട്ടിക്കുലർ ആർട്ടിക്കിൾ സൈറ്റിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ മനസ്സിലാവും. നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസോർഡേഴ്സ് ഓഫ് ഓറൽ മ്യൂക്കോസ ബൈ വർണ്ണക്കുലസൂര്യ എറ്റാൽ. അവരുടെ ക്ലാസിഫിക്കേഷൻ ഇൻ 2007 പബ്ലിഷ്ഡ് ആണ്. സോ അതിൽ മെയിനായിട്ട് എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, വേറെ കുറേ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ. സോ WHO എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രീ മാലിഗ്നൻറ്റ് ലീഷൻസ് ഏതാ, കണ്ടീഷൻസ് ഏതാ, അതൊരു പർട്ടിക്കുലർ ടൈമിൽ ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ കോമൺലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള 2005 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ദാറ്റ് ഇസ് ദീസ് ടു. Coming on to leukoplekia, otherwise known as leukokeratosis. World Health Organization ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും, ഇറ്റ് ഈസ് ഗിവൺ ഫ്ലോർ ഓഫ് ദ മൗത്ത് ആണ്. സോ ദ കോമൺ സൈറ്റ് ഓഫ് leukoplekia എന്ന് പറയുന്നത് ഫ്ലോർ ഓഫ് ദ മൗത്ത് ഇസ് ദ കോമൺ സൈറ്റ് ഫോർ മാലിഗ്നൻസി, അറൌണ്ട് 42.9% ആണ്. ആൻഡ് നെക്സ്റ്റ് സൈറ്റ് വിൽ ബി ടങ് 24.2% ആൻഡ് ലിപ്പ് 24%. Now, leukoplekia is the most common pre-cancerous lesion or commonest pre-malignant condition of oral mucosa. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഇസ് leukoplekia, അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇറ്റ്സ് എ വൈറ്റ് plaque or patch on the mucosal surface that cannot be characterized clinically or pathologically as any other disease. There are 3 stages of the lesion. One is homogeneous stage. അത് ഫസ്റ്റ് പിക്ചർ കാണാം, ഹോമോജീനിയസ് വിച്ച് ഇസ് നോൺ പാൽപ്പബിൾ ആയിരിക്കും, ട്രാൻസ്ലൂസൻ വൈറ്റ് ഡിസ്കളറേഷൻ. സെക്കൻഡ് വൺ ഇസ് നോഡുലാർ സ്റ്റേജ്. നോഡുലാർ സ്റ്റേജ് ആ പിക്ചർ നിങ്ങൾ നോക്കുക, നോഡുലാർ ഇറ്റ്സ് സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിരിക്കും. വെറസ് അൾസറേറ്റീവ് സ്റ്റേജ് വിൽ ബി ഇൻറ്റുറേറ്റഡ്, ഫിഷേർഡ് ഓർ അൾസറേറ്റഡ് ലീഷൻ. അപ്പോൾ നമുക്ക് രണ്ടാക്കി തിരിക്കാം, ഇത് ഹോമോജീനിയസ് ആൻഡ് നോൺ ഹോമോജീനിയസ്. ഹോമോജീനിയസ് വിൽ ബി non-palpable and it will be translucent white, whereas non-homogeneous can be of 3 types again: speckled leukoplekia, nodular leukoplekia and vericiform types. Now what are the features of epithelial dysplasia? അതിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഇസ് poikilokaryosis എന്നാണ്. ഇറ്റ് ഇസ് ദ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് വിത്തൗട്ട് ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ആ ആരോ മാർക്ക് നിങ്ങൾ നോക്കുക പിക്ചറിൽ, ദർ ഇസ് ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയസ്, രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. ദർ ഇസ് നോ ഡിവിഷൻ ഓഫ് ദ സൈറ്റോപ്ലാസം. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ദാറ്റ് ഇസ് നമ്മൾ എക്സ്ഫോളിയേറ്റീവ് സൈറ്റോളജിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു, ദാറ്റ് ഇസ് ഇൻകൊഹസീവ്നെസ് ഓഫ് ദ സെൽസ് തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ലോസ് ഓഫ് ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസ്. Other important features are increased abnormal mitosis, alteration in the nuclear cytoplasmic ratio, loss of polarity and disorientation of the cells, hyperchromatism of the cells, large prominent nucleoli. Nucleoli ഒരു സ്ട്രക്ചറാണ്, ന്യൂക്ലിയസിൻ്റെ അകത്ത് തന്നെ വരുന്നൊരു സ്ട്രക്ചറാണ്. Dyskaryosis or nuclear atypia, basilar hyperplasia and cellular and nuclear pleomorphism. Coming on to histological grading of epithelial dysplasia, it is divided based upon എത്രത്തോളം ഡിസ്പ്ലേസിയ ഉണ്ട്, എപ്പിത്തീലിയത്തിൻ്റെ ഒരു സ്ട്രക്ചർ തൊട്ട് ടോപ്പ് മോസ്റ്റ് ലെയർ വരെ എത്രത്തോളം ഡിസ്പ്ലേസിയ ഉണ്ട് അതിൻ്റെ ബേസിലാണ്. സോ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് കാർസിനോമ ഇൻസിറ്റു. മൈൽഡ് ഡിസ്പ്ലേസിയ if it is within the lower 1/3 of the epithelium, moderate more than 1/3 and less than 2/3, severe dysplasia if the dysplasia is more than 2/3, and carcinoma in situ എന്ന് പറയുന്നത് മൊത്തം തിക്നെസ് ഓഫ് ദ എപ്പിത്തീലിയം മുഴുവനായിട്ടും ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് പ്രസൻ്റ് ആണെങ്കിലാണ് കാർസിനോമ ഇൻ സിറ്റു. This is the pictorial representation of mild, moderate and severe epithelial dysplasia. അപ്പോൾ താഴത്തെ പിക്ചർ നോക്കുക നിങ്ങൾ, മൈൽഡ് ഡിസ്പ്ലേസിയ അപ് ടു ലോവർ 1/3, ബേസൽ എപ്പിത്തീലിയത്തിൽ നിന്ന് ലോവർ 1/3 മാത്രമേ ഉള്ളൂ. വേറസ് റെസ്റ്റ് ഓഫ് ദ എപ്പിത്തീലിയം നോർമൽ ആയിരിക്കും. വേറസ് മോഡറേറ്റ് എപ്പിത്തീലിയൽ ഡിസ്പ്ലേസിയയിൽ മോർ ദാൻ 1/3 to 2/3 വരെ, ഒരു ഓൾമോസ്റ്റ് ഹാഫ് വരെ ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. വേറസ് സിവിയർ എപ്പിത്തീലിയൽ ഡിസ്പ്ലേസിയയിൽ മോർ ദാൻ 2/3 ഫീച്ചേഴ്സ് ആർ ഡിസ്പ്ലാസ്റ്റിക് ആയിരിക്കും. ഈ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നത് ഹൗ എ നോർമൽ സെല്ലിൽ നിന്ന് അബ്നോർമൽ സെല്ലായി, അബ്നോർമൽ സെൽ ടു ഡിസ്പ്ലേസിയ, അതായത് ലോവർ 1/3 ടു
ടോപ്പ് മോസ്റ്റ് റീജിയൻ വരെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് വേരിയേഷൻസ് ലെവൽസ് ഓഫ് ഡിസ്പ്ലേസിയ വരുന്നത്. ആൻഡ് തേർഡ് വൺ ഷോയിങ് ദ കാർസിനോമ ഇൻ സിറ്റു, ദ എൻറ്റയർ എപ്പിത്തീലിയം ഇസ് എഫക്റ്റഡ്. ആൻഡ് ദെൻ ഫൈനലി ഇറ്റ് ഇസ് ടേണിംഗ് ഇൻ ടു ഇൻവേസീവ് കാർസിനോമയായിട്ട് മാറുകയാണ്. സോ അതിൽ സെൻട്രൽ പോർഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് മാലിഗ്നന്റ് പൊട്ടൻഷ്യൽ എമംഗ് ലൂക്കോപ്ലേക്കിയ. ഏത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ലൂക്കോപ്ലേക്കിയാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ട്രാൻസ്ഫോർമേഷൻ നടന്ന് സ്ക്വാമസ് സെൽ കാർസിനോമയാവായിട്ട് ചാൻസ് ഉള്ളത്? റിമെമ്പർ, ഇറ്റ് ഇസ് സ്പെക്കിൾഡ് ആൻഡ് നോഡുലാർ ലൂക്കോപ്ലേക്കിയ. So highest malignant potential among leukoplekia types is for speckled and nodular leukoplekia. Coming on to differential diagnosis of leukoplekia, മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് MCQ ചോദിച്ചിട്ടുള്ളത് ലൂക്കോ എഡീമയാണ്. അപ്പോൾ ലൂക്കോ എഡീമ എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക? ലൂക്കോ എഡീമേൻ്റെ ക്ലിനിക്കലി കാണുന്ന പിക്ചറാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിനിക്കലി നമ്മളൊരു മൗത്ത് മിറർ വെച്ചിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റിഷ് ഡിസ്കളറേഷൻ ഡിസപ്പിയർ ആവും ഇൻ കേസ് ഓഫ് ലൂക്കോഡീമ. പക്ഷേ ഇൻ കേസ് ഓഫ് ലൈക്കൺ പ്ലാനസ് അത് ഡിസപ്പിയർ ആവുന്നില്ല. സോ ലൂക്കോഡീമ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ബിക്കോസ് ഓഫ് ദ അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ടിഷ്യൂസ്. അപ്പോൾ ജസ്റ്റ് റിമെമ്പർ, ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് MCQ ആയിട്ട് ചോദിച്ചത് ലൂക്കേഡീമിയാണ്. അതർ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ലൈക്കൺ പ്ലാനസ് ഉണ്ട്, കെമിക്കൽ ബേൺസ് ഉണ്ട്, സിഫിലിറ്റിക് മ്യൂക്കസ് പാച്ചസ് ആൻഡ് സോറിയാസിസ്. ഓക്കെ, ലൂക്കോപ്ലേക്കിയ മാത്രമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മോഡിഫൈഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സ്റ്റേജിങ് സിസ്റ്റം ഫോർ ഓറൽ ലൂക്കോപ്ലേക്കിയ. വളരെ സിമ്പിളാണ്. ജസ്റ്റ് റിമെമ്പർ സ്റ്റേജസ് 1, 2, 3 ആൻഡ് 4. സ്റ്റേജ് 1 അതായത് L1 P0. L1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സൈസ് ഓഫ് ലൂക്കോപ്ലേക്കിയാണ്. എത്രത്തോളം സൈസ് ഉണ്ട്, വിച്ച് ഇസ് ലെസ് ദാൻ 2 cm. സൈസ് കൂടിക്കഴിഞ്ഞാൽ സ്റ്റേജ് മാറും. ഓക്കെ, L2 P0 ദാറ്റ് ഇസ് ഇഫ് സൈസ് ഇസ് ബിറ്റ്വീൻ 2 to 4 cm. സ്റ്റേജ് 3 വീണ്ടും സൈസ് കൂടി, അപ്പോൾ വീണ്ടും സ്റ്റേജ് മാറി. സ്റ്റേജ് 3 ദാറ്റ് ഇസ് മോർ ദാൻ 4 cm ഓഫ് ലൂക്കോപ്ലേക്കിയ. ബട്ട് അതിൻ്റെ കൂടെ തന്നെ L1, L2 ആൻഡ് P1 ഇസ് മീൻസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസിയ, മൈൽഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസിയ ഓർ മോഡറേറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസിയും കൂടി വിസിബിൾ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് സ്റ്റേജ് 3. വരെ സ്റ്റേജ് 4 വരുമ്പോൾ സൈസ് ഇസ് ഓൾവേസ് മോർ ദാൻ 4 cm ആൻഡ് ദർ വിൽ ബി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസിയ. സോ P0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. വെറസ് PX ഡിനോട്ട് ചെയ്യുന്നത് ഡിസ്പ്ലേസിയ നോട്ട് സ്പെസിഫൈഡ് ആണ്. അപ്പോൾ ലൂക്കോപ്ലേക്കിയ തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആക്കി ഇങ്ങനെ സ്റ്റേജസ് ആക്കി തിരിച്ചിട്ടുള്ളത് അതിൻ്റെ സിവിയറിറ്റി, ഹൗ മച്ച് സിവിയറിറ്റി ഉണ്ട്, അത് സ്ക്വാമസ് സെൽ കാർസിനോമയായിട്ട് മാറാനുള്ള ചാൻസസ് എത്രയുണ്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലാണ്. കൂടുതലായിട്ട് MCQs അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല, 1-2 പ്രാവശ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കമ്മിങ് ഓൺ ടു പ്രൊളിഫറേറ്റീവ് വെറുക്കസ് ലൂക്കോപ്ലേക്കിയ, ആൻ ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻ ആണ്. അത് മെയിനായിട്ട് ആ പിക്ചർ കാണിക്കുന്നത് ഒരു ഫീമെയിൽ പേഷ്യൻ്റെയാണ്. അപ്പോൾ ഓർക്കുക, ഇറ്റ്സ് മെയിൻലി ഫോർ ഫീമെയിൽസ്. ആൻഡ് സെക്കൻഡ്ലി ഹൈ റിക്കറൻസ് ചാൻസ് ആണ്, ഹൈ പ്രോബബിലിറ്റി ഓഫ് റിക്കറൻസ് ആണ്. അതായത് നമ്മൾ ആ ലീഷൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സർജിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്ത് എക്സസൈസ് ചെയ്ത് കളഞ്ഞാലും പേഷ്യൻറ്റിന് ഒരു 5-6 വർഷത്തിനുള്ളിൽ വീണ്ടും അത് റിക്കർ ചെയ്യും. ചിലപ്പോൾ 10 yearsനുള്ള 5 yearsനുള്ള അത് റിക്കർ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ആൻഡ് അതുപോലെ തന്നെ അത് കോസ് ബൈ ആരാണ്? HPV 16 and 18 ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ആണിത്. 16 and 18 സ്ട്രെയിൻസ് ആണ് പ്രൊളിഫറേറ്റീവ് വെറുക്കസ് ലൂക്കോപ്ലേക്കിയ കോസ് ചെയ്യുന്നത്. ആ പ്രൊളിഫറേറ്റീവ് വെറുക്കസ് ഫോം നമുക്ക് ഹിസ്റ്റോളജി മൈക്രോസ്കോപ്പിക്കൂടെ നോക്കിയാൽ ആ എപ്പിത്തീലിയത്തിൻ്റെ പ്രൊളിഫറേഷൻ ഭയങ്കര ഹൈ ആയിട്ട് കാണാൻ പറ്റും. ഇതിന് ഈ പർട്ടിക്കുലർ ലീഷന് കോറിലേഷൻ വിത്ത് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ വളരെ കുറവാണ്. അപ്പോൾ ഫീമെയിൽസിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഹാബിറ്റ്സ് വൈസും വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് മൾട്ടി ഫോക്കലാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, ബക്കൽ മ്യൂക്കോസയിലുണ്ട്. ആ പർട്ടിക്കുലർ പിക്ചർ നോക്കുക, ബക്കൽ മ്യൂക്കോസ പിക്ചർ ഉണ്ട്, അതുപോലെ തന്നെ ടങ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോർ ഓഫ് ദ മൗത്ത് ഉണ്ട്. അപ്പോൾ മൾട്ടി ഫോക്കലായിരിക്കും പ്രൊളിഫറേറ്റീവ് വെറുക്കസ് ലൂക്കോപ്ലേക്കിയ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കമ്മിങ് ഓൺ ടു കാർസിനോമ ഇൻ സിറ്റു, വിച്ച് ഇസ് അതർവൈസ് നോൺ ആസ് ഇൻട്രാ എപ്പിത്തീലിയൽ കാർസിനോമ. അതായത് വിത്തിൻ ദ എപ്പിത്തീലിയം. ഞാൻ പറഞ്ഞു കാർസിനോമ ബേസൽ ലെയർ തൊട്ട് ടോപ്പ് മോസ്റ്റ് വരെയാണ് കാർസിനോമ. ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചർ വരികയാണെങ്കിൽ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ബോവൻസ് ഡിസീസാണ്. ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻട്രാ എപ്പിത്തീലിയൽ കാർസിനോമയാണ് ബവൻസ് ഡിസീസ്. ആൻഡ് അതെങ്ങനെയാണ് അപ്പിയറൻസ്? അത് പിക്ചർ നോക്കുക, റെഡ് സ്കെയിലി പാച്ച് ഓൺ ദ സ്കിന്നായിട്ടായിരിക്കും. മെയിൻലി സ്കിന്നിൻ്റെ സ്ക്വാമസ് സെൽസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, വിച്ച് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ. ഹെയറി ലൂക്കോപ്ലേക്കിയ, ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എപ്സ്റ്റീൻ ബാർ വൈറസ് ആണ്. ഇൻ മെയിൻലി AIDS പേഷ്യൻസിലാണ് ഹെയറി ലൂക്കോപ്ലേക്കിയ കാണുക, വിച്ച് ഇസ് നോൺ ആസ് ഗ്രീൻ സ്പാൻ ലീഷൻ. ആൻഡ് ആ പിക്ചർ നോക്കുക, ഇറ്റ് ഇസ് സീൻ ഓൺ ദ ലാറ്ററൽ ബോർഡർ ഓഫ് ദ ടങ്കിലാണ് കാണുക. ആൻഡ് മെയിൻലി നമ്മൾ ഹെയറി ലൂക്കോപ്ലേക്കിയ ആയിട്ട് പേഷ്യൻറ്റ് നമ്മൾക്ക് തോന്നുവാണെങ്കിൽ വിൽ ഡു വിച്ച് ടെസ്റ്റ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് ഇസ് സാങ് സ്മിയർ. Zang smear is the first line investigation for vesicular bullous, erosive and fistula type of lesions. ഇനി നമ്മൾ മൈക്രോസ്കോപ്പിക്കൂടെ സാങ് സ്മിയർ ചെയ്തിട്ട്
നമ്മൾ സാങ്സ്മിയർ സിമ്പിൾ ടെസ്റ്റാണ്. നമ്മൾ സ്ക്രേപ്പ് ചെയ്ത് ആ മൈക്രോസ്കോപ്പിൽ ആ സെൽസ് നോക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പർട്ടിക്കുലർ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അപ്പിയറൻസ് വിൽ ബി ന്യൂക്ലിയർ ബീഡിങ് ആയിട്ടായിരിക്കും. ആ പിക്ചർ നോക്കുക നിങ്ങൾ. ന്യൂക്ലിയസ് ആ സൈറ്റോപ്ലാസത്തിന് ന്യൂക്ലിയസിൻ്റെ ഒരു സൈഡിലേക്ക് ന്യൂക്ലിയസ് പോയിട്ട് കിടക്കുകയാണ്. സോ അത് മാർജിനിലേക്ക് എന്തുകൊണ്ടാണ് അവിടേക്ക് പോയത്? ബിക്കോസ് ഓഫ് ദ എപ്സ്റ്റീൻ ബാർ വൈറസ് പ്രോളിഫറേഷൻ. ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എപ്സ്റ്റീൻ ബാർ വൈറസ് പ്രോളിഫറേഷൻ നടക്കുന്നത് കൊണ്ടാണ് ന്യൂക്ലിയർ ബീഡിങ് സംഭവിക്കുന്നത്. So nuclear beading is a feature where a prominent peripheral margination and clumping of nuclear chromatin is seen, and it is because of the multiplication of Epstein-Barr virus in the nucleus causing displacement of the chromatin to the nuclear margin. So remember, hairy leukoplegia is caused by Epstein-Barr virus. AIDS patients-ലാണ് അതിനെ Greenspan lesion എന്നാണ് വിളിക്കുക, mainly on the lateral border of the tongue. Erythroplakia is the most malignant precancerous lesion. Precancerous lesions വെച്ചിട്ട് ലൂക്കോപ്ലേക്ക, എറിത്രോപ്ലേക്ക, സ്മോക്കേഴ്സ്, റിവേഴ്സ് എല്ലാത്തിലും വെച്ചിട്ട് മെയിനായിട്ട് മാലിഗ്നൻസി കാണിക്കുന്നത് എറിത്രോപ്ലേക്കയാണ്. അതിൻ്റെ അപ്പിയറൻസ് നോക്കുക, ക്ലിനിക്കലി റെഡ് അപ്പിയറൻസ് ആണ്. എപ്പിത്തീലിയൽ എന്തുകൊണ്ടാണ് റെഡ് അപ്പിയറൻസ്? ബിക്കോസ് എപ്പിത്തീലിയം ഫുള്ളായിട്ട് ചെത്തിപ്പോയ പോലെയാണ്. അപ്പോൾ താഴത്തെ കണക്റ്റീവ് ടിഷ്യൂവിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ആ കണക്റ്റീവ് ടിഷ്യൂവിലെ ബ്ലഡ് കാപ്പിലറീസ് ഒക്കെ ഡൈലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് ആ അപ്പിയറൻസ് തന്നെ റെഡ് കളർ. സോ എപ്പിത്തീലിയൽ എട്രോഫി വിത്ത് നോ കെരാറ്റിനൈസേഷൻ, connective tissue is filled with dilated ആയിട്ടുള്ള blood capillaries which is extending very high into the epithelium. 3 types of erythroplakia ഉണ്ട്. ജസ്റ്റ് റിമെമ്പർ, പിക്ചേഴ്സ് റിമെമ്പർ ചെയ്താൽ മതി. ഹോമോജീനിയസ് ടൈപ്പ്, അതായത് ഫുൾ ബ്രൈറ്റ് റെഡ് കളർ ആണെങ്കിൽ ഹോമോജീനിയസ് എന്ന് പറയും ക്ലിനിക്കലി. വെറസ് ക്ലിനിക്കലി വൈറ്റും റെഡും കൂടെ കലർന്നിട്ടുള്ളതാണെങ്കിൽ എറിത്രോലൂക്കോപ്ലേക്കിയ. ആൻഡ് തേർഡ് വൺ ഇസ് സ്പെക്കിൾഡ് എറിത്രോപ്ലേക്കിയ, സോഫ്റ്റ് റെഡ് ലീഷൻ, സ്ലൈറ്റ്ലി എലിവേറ്റഡ് ആയിട്ടുള്ള നോഡ്യൂൾസ് ഒക്കെ കാണുവാണെങ്കിൽ അതിനെ സ്പെക്കിൾഡ് എറിത്രോപ്ലേക്കിയ എന്ന് വിളിക്കും. സോ ടൈപ്സ് റിമെമ്പർ ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ മോസ്റ്റ് മാലിഗ്നൻറ്റ് പ്രീ ക്യാൻസറസ് ലീഷൻ എന്നാണ് ഓർക്കേണ്ടത്. സ്മോക്കേഴ്സ് പെല്ലറ്റ്, അപ്പോൾ പിക്ചർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. പൈപ്പ് സ്മോക്കേഴ്സ് പെല്ലറ്റ് ഓർ നിക്കോട്ടിനിക് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ്സ് എ ലാർജ് കെരാറ്റോട്ടിക് പാച്ച് ആയിരിക്കും വിത്ത് റെഡ് സ്പോട്സ് കാണുന്നില്ലേ നിങ്ങളവിടെ, കറസ്പോണ്ടിങ് ടു ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള ഓറിഫിസസ് ഓഫ് മൈനസ് സലൈവറി ഗ്ലാൻസ് ആണ്. അപ്പോൾ അവിടെ സ്പോട്സ് കാണുന്നത് അവിടുത്തെ മൈനസ് സലൈവറി ഗ്ലാൻസ് എല്ലാം ഇൻഫ്ലെയിംഡ് ആയതുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് ദ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ട്. സോ മെയിൻലി ദിസ് ഇസ് ദ പിക്ചർ. പിക്ചോറിയലി ആയിട്ട് നീറ്റ് എന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്, പിക്ചോറിയലി എന്താണ് റിസംബിൾ ചെയ്യുന്നതെന്ന്. സോ ജസ്റ്റ് റിമെമ്പർ ദ പിക്ചർ, പൈപ്പ് സ്മോക്കേഴ്സ് പെല്ലറ്റ് ഓർ നിക്കോട്ടിനിക് സ്റ്റൊമറ്റൈറ്റിസ്. പലറ്റൽ ചേഞ്ചസ് വിത്ത് റിവേഴ്സ് സ്മോക്കിംഗ്. അപ്പം മെയിനായിട്ട് റിവേഴ്സ് സ്മോക്കിംഗ് കാണുന്നത് ഫീമെയിൽസിലാണ്. സോ ഈ പിക്ചർ മാത്രം നിങ്ങൾ ഓർത്താൽ മതി, റിവേഴ്സ് സ്മോക്കിംഗ് ഫീമെയിൽസിലാണ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലാണ്, എസ്പെഷ്യലി ഇൻ ഫീമെയിൽസ് ഓഫ് ശ്രീകാകുളം ഡിസ്ട്രിക്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശാണ് റിവേഴ്സ് സ്മോക്കിംഗ് നോട്ട് ചെയ്തിട്ടുള്ളത് ഓൾ ഓവർ ദ വേൾഡിൽ തന്നെ. അതുപോലെ തന്നെ ഇതിനറിയപ്പെടുന്ന റിവേഴ്സ് ചുട്ടാ സ്മോക്കിംഗ് എന്നാണ്. ക്ലിനിക്കലി ഇതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ കെരാറ്റോസിസ് കാണും, ഡിഫ്യൂസ് വൈറ്റനിങ് കാണും പലറ്റൽ റീജിയനിൽ. അതുപോലെ തന്നെ എക്സ്ട്രൻസസ്, അതായത് 1 to 3 നോഡ്യൂൾസ് കാണും, പാച്ചസ് കാണാം, റെഡ് ഏരിയാസ് കാണാം, അൾസറേറ്റഡ് ഏരിയാസ് ആൻഡ് നോൺ പിഗ്മെൻറ്റഡ് ഏരിയാസ് ഉണ്ടാവും. സോ ഇത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റിവേഴ്സ് സ്മോക്കിംഗ് മെയിൻലി ഫീമെയിൽസിലാണ് കാണുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രീ മാലിഗ്നൻറ്റ് കണ്ടീഷൻസ്. ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ആണ് മെയിൻ ആയിട്ടുള്ള പ്രീ മാലിഗ്നൻറ്റ് കണ്ടീഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് ഈസ് ഇറ്റ്? അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അത് വളരെ ക്ലിയർ ആണ്. ഇറ്റ്സ് എ ജക്സ്റ്റാ എപ്പിത്തീലിയൽ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ഫോളോഡ് ബൈ എ ഫൈബ്രോ ഇലാസ്റ്റിക് ചേഞ്ച് ഓഫ് ദ ലമൈന പ്രൊപ്രിയ വിത്ത് എപ്പിത്തീലിയൽ എട്രോഫി ലീഡിംഗ് ടു സ്റ്റിഫ്നെസ് ഓഫ് ദ ഓറൽ മ്യൂക്കോസ ആൻഡ് കോസിംഗ് ട്രിസ്മസ് ആൻഡ് ഇൻഎബിലിറ്റി ടു ഈറ്റ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ്. എപ്പിത്തീലിയം ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവും എപ്പിത്തീലിയത്തിലും ദർ ഇസ് ഫൈബ്രോ ഇലാസ്റ്റിക് ചേഞ്ച് നടക്കുന്നുണ്ട്. കണക്റ്റീവ് ടിഷ്യൂവിൽ കൂടുതലായിട്ട് ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്, ഞാൻ നോർമൽ എപ്പിത്തീലിയം കാണിച്ചപ്പോൾ പറഞ്ഞു, അതിൽ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് ഉണ്ടാവും. ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഓവർ പ്രോളിഫറേഷൻ നടക്കുകയാണ്, ഹയർ പ്രോളിഫറേഷൻ. അപ്പോൾ ഫൈബ്രോ ഇലാസ്റ്റിക് ചേഞ്ച് നടക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഹയർ പ്രോളിഫറേഷൻ നടക്കുമ്പോൾ മുകളിലത്തെ എപ്പിത്തീലിയൽ എട്രോഫി മീൻസ് ദർ ഇസ് ഡിക്രീസ് ഇൻ ദ സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പിത്തീലിയത്തിൻ്റെ സൈസ് തന്നെ റെഡ്യൂസ് ആയിട്ട്, അങ്ങനെ റെഡ്യൂസ് ആകുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിഫ് ആവുകയാണ്. ഓറൽ മ്യൂക്കോസയും അതുപോലെ തന്നെ മസ്കുലേച്ചർ എല്ലാം തന്നെ സ്റ്റിഫ് ആവുകയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് പേഷ്യൻ്റ് വിൽ ബി ഹാവിങ് ട്രിസ്മസ് ഉണ്ടാവും, ഇനബിലിറ്റി ടു ഓപ്പൺ ദ മൗത്ത് ആൻഡ് ഇനബിലിറ്റി ടു ഈറ്റും ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. ആൻഡ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോസറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അരക്കനറ്റ് ആണ്. അരക്കനറ്റ് ഹാബിറ്റാണ് മെയിനായിട്ട് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതർ റീസൺസ് പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിക്കൽ ആയിരിക്കാം, ഓട്ടോ ഇമ്മ്യൂൺ ആയിരിക്കാം, ജെനറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ബി ഇനിഷ്യേറ്റഡ് ബൈ സം ഇൻഫെക്ഷൻസ് ഓർ
other deficiency of nutrients also. Coming on to the main causative factor, araconate. അപ്പോൾ araconate എങ്ങനെയാണ് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് ഉണ്ടാക്കുന്നത്? അതിൽ മെയിനായിട്ട് 2 ഫാക്ടേഴ്സ് ഉണ്ട്, എറിക്കോളിൻ ആൻഡ് എറക്കൈഡിൻ. അതാണ് നമ്മുടെ ഈ കണക്റ്റീവ് ടിഷ്യൂലുള്ള ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊളിഫറേറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദേ സ്റ്റിമുലേറ്റ് ദ ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊളിഫറേഷൻ. അതുപോലെ തന്നെ ഈ ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊളിഫറേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർ ഈ ഫൈബ്രോബ്ലാസ്റ്റ് സെൽസാണ് കൊളാജൻ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊളാജനെ സ്റ്റെബിലൈസ് ആക്കുന്നത് another 2 substances present in araconate, that is catechinum tanninsum. So questions ചോദിക്കാറുണ്ട് araconate substances that stimulate the proliferation of fibroblastum അതുപോലെ തന്നെ that which stabilize the collagen. So ericolin and eracchidin stimulate the fibroblast proliferation, catechin and tannin stabilize the collagen. അതുപോലെ തന്നെ ഈ OSMFൽ ഉണ്ടാവുന്ന ഫൈബ്രോബ്ലാസ്റ്റ്, ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജിനേസ് എൻസൈമിൻ്റെ ആക്ഷൻ വളരെ ലെസ് ആയിരിക്കും. അതായത് ഈ കൊളാജൻ ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ആ കൊളാജൻ്റെ ഡീഗ്രഡേഷൻ നടക്കണം. അപ്പോൾ അതിന് സമ്മതിക്കാത്തത് ലെസ് എമൗണ്ട് ഓഫ് കൊളാജിനേസ് സിന്തസൈസ് ആവുന്നത് കൊണ്ടാണ്, ആൻഡ് ലെസ് കൊളാജൻ ഫാഗോസൈറ്റിക് ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ക്ലിനിക്കിൽ എങ്ങനെയാണ് OSMF ഉണ്ടാവുക? സ്റ്റിഫനിങ് വിത്ത് ഡിഫിക്കൽട്ടി ഓഫ് ഓപ്പണിംഗ് ദ മൗത്ത് ആൻഡ് സ്വോളോയിങ് ആയിരിക്കും. അതുപോലെ തന്നെ മ്യൂക്കോസ് എങ്ങനെയായിരിക്കും? ബ്ലാഞ്ച്ഡ് ആൻഡ് ഒപ്പേക്ക് ആണ്. Another important clinical feature of the patient in high grades of OSMFൽ യുവിലയുടെ appearance will be hockey stick shaped ആയിരിക്കും. ഹോക്കി സ്റ്റിക്ക് പോലെ വളഞ്ഞിരിക്കുന്നുണ്ടാവും യുവില പോസ്റ്റീരിയർലി. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് പാർട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻട്രാലീഷണൽ കോർട്ടിക്കോസ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് നമ്മൾ OSMFലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ് ഇസ് ഹിസ്റ്റോളജി പാർട്ട് ഒന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരുന്നു എന്നുള്ളൂ. അവിടെ എപ്പിത്തീലിയം വിത്ത് ലോസ് ഓഫ് റെറ്റേപെക്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേറ്ററി സെൽസ് ആയിരിക്കും ഉണ്ടാവുക. എട്രോപ്പിക് ആൻഡ് മൈൽഡ് ഡിസ്പ്ലാസ്റ്റിക് ഫീച്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഹൈലൈസേഷൻ വിത്ത് ഹോമോജനൈസേഷൻ ഓഫ് കൊളാജൻ ബണ്ടിൽസ് ആൻഡ് ഒബ്ലിറ്ററേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ്.